ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ റിലേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ സെറ്റ്സിലുള്ള ഒരു ടോപ്പിക്കാണ് റിലേഷൻ. ഇത് ബ്രിഡ്ജ് കോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള സിലബസിലുള്ളതാണ്. ആൻഡ് ഇനി നമ്മൾ MCS എം വൈസിൽ മാത്സ് പഠിക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി. ആൻഡ് ഈ വീഡിയോയിൽ റിലേഷൻസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ടൈപ്സ് ഓഫ് സെറ്റ്സ്, അതിൽ ഒരു ടോപ്പിക് മാത്രം മിസ്സായിപ്പോയി. ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ കണ്ടീഷനാണ് A ഇൻ്റർസെക്ഷൻ B = 5. A ഇൻ്റർസെക്ഷൻ B നൾ സെറ്റ് ആണെങ്കിൽ അതൊരു ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. പിന്നെ ഉള്ളത് ഓപ്പറേഷൻസിൽ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ്, അതും പറയാൻ വിട്ടുപോയി. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ് ഇത് നമ്മൾ എക്സ് വെച്ചിട്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എക്സ് വെച്ചിട്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് 2 സെറ്റുണ്ട്. A = 1, 2, 3, B = 4 and 6. ഇങ്ങനെ 2 സെറ്റുണ്ട്. അപ്പോൾ A × B എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഓരോ എലമെൻസും നെക്സ്റ്റ് സെറ്റിലുള്ള ഓരോ എലമെൻസുമായി ഒരു റിലേഷൻ വരും. ഫോർ എക്സാമ്പിൾ, ഇവിടെ 1 ഇല്ലേ, 1 ആദ്യം 1 and 4 ഇത് ഒരു സെറ്റ് ഓഫ് എലമെൻ്റ് ആവും. പിന്നെ 1 and 6 ഒരു സെറ്റ് ഓഫ് എലമെൻ്റ് ആവും. അതേപോലെ 2 and 4 ഒരു എലമെൻറ്റ്, 2 and 6 ഒരു എലമെൻറ്റ്, 3 and 4 ഒരു എലമെൻറ്റ്, 3 and 6 ഒരു എലമെൻറ്റ്. ഇങ്ങനെ സെറ്റിലുള്ള എല്ലാ എലമെൻസും വേറെ സെറ്റിലുള്ള എലമെൻസുമായിട്ട് റിലേറ്റ് ചെയ്യും. അതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു സെറ്റാവും. അതാണ് A × B. ഇതിൽ A × B എന്ന് പറയുന്നത് 1, 4, 1, 6, പിന്നെ 2, 4, 2, 6, 3, 4, 3, 6. ഇതാണ് A × B. ഇനി നമ്മൾ B × A ചെയ്യുവാണെങ്കിൽ B × A ആദ്യം ഇതിൽ B ആണ് നമ്മൾ എടുക്കേണ്ടത്. A × Bയിൽ ആദ്യം A സെറ്റിലുള്ള എലമെൻസ് ആണ് എടുക്കേണ്ടത്, എന്നിട്ടാണ് B സെറ്റിലുള്ള എലമെൻസ്. നമ്മളിപ്പോൾ A × B ചെയ്യുമ്പോൾ A, B ഈ ഒരു ഓർഡറിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ B × A ചെയ്യുമ്പോൾ B, A ഇങ്ങനെ ഒരു ഓർഡറിലാണ് എഴുതേണ്ടത്. ഇത് B എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ B എന്ന് പറയുന്നത് ഈ സെറ്റ് Bയിലുള്ള എലമെൻ്റ് ആണ്. സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത് സെറ്റ് Aയിലുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ B × A B × A ചെയ്യുമ്പോൾ ഈ 4ഉം 1ഉം ഒരു എലമെൻ്റ് ആവും, 4ഉം 2ഉം ഒരു എലമെൻ്റ് ആവും, 4ഉം 3ഉം ഒരു എലമെൻ്റ് ആവും. അതേപോലെ 6, 1, 6, 2, 6, 3 ഇതെല്ലാം ഒരു സെറ്റാവും. അപ്പോൾ B × A × B നമ്മൾ ഇത് എഴുതി. ഇനി B × A ചെയ്യുമ്പോൾ നമുക്ക് 4 and 1 കിട്ടും. 4, 1, 4, 2, 4, 3, പിന്നെ 6, 1, 6, 2, 6, 3 ഇതാണ് B × A. A × Bയും B × Aയും സെയിം അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഇതിൽ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ് എന്ന് പറയുന്നത് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമുക്ക് യൂണിയൻ, ഇൻ്റർസെക്ഷൻ എല്ലാം കമ്മ്യൂട്ടേറ്റീവ് ആണ്. ബട്ട് പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല, നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇത് നമ്മൾ റിലേഷനിൽ വരുമ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സിനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നും പറയും. സെയിം കോൺസെപ്റ്റ് ആണ്. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ ഈ എക്സ് സിമ്പിൾ വെച്ചിട്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. A × B ചെയ്യുമ്പോൾ ഫസ്റ്റ് A സെറ്റിലുള്ള എലമെൻറ്റ്, B സെറ്റിലുള്ള എലമെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ B × A ചെയ്യുമ്പോൾ ഫസ്റ്റ് B സെറ്റിലുള്ള എലമെൻറ്റ്, സെക്കൻഡ് A സെറ്റിലുള്ള എലമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. നമ്മൾ റിലേഷൻസ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർ പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്സ്. ഇത് A × B ≠ B × A ആണ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. A സെറ്റ് നമുക്ക് 2 സെറ്റില്ലേ, A സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് M ആയിട്ട് എടുക്കാം. B സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് N ആയിട്ട് എടുക്കാം. M നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A, N നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ B. ഈ നമ്മൾ A × B ചെയ്യുമ്പോൾ നമുക്ക് M × N എലമെൻറ്റ്സ് വരും. അപ്പോൾ ഇതിൽ നമുക്ക് Aയിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ 3 × Bയിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്, 2. അപ്പോൾ ടോട്ടൽ നമ്മൾ A × B ചെയ്യുമ്പോൾ 6 എലമെൻറ്റ്സ് വരും. അപ്പോൾ A × B ഇവിടെ ചെയ്തിട്ടുണ്ട് 1, 2, 3, 4, 5, 6. അതേപോലെ B × Aയിലും 6 എലമെൻറ്റ്സ് ആണ് വരുന്നത്, 1, 2, 3, 4, 5, 6. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. A × B ചെയ്യുമ്പോൾ അതിൽ ആദ്യം എഴുതേണ്ടത് Aയിലുള്ള എലമെൻറ്റ്, അടുത്താണ് Bയിലുള്ള എലമെൻറ്റ് എഴുതേണ്ടത്. B × A ആണെങ്കിൽ ആദ്യം B സെറ്റിലുള്ള എലമെൻറ്റ്, A സെറ്റിലുള്ള എലമെൻറ്റ്. പിന്നെ ഇപ്പോൾ Aയിൽ M നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, Bയിൽ N നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ A × Bയിൽ M × N നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാണും. ഈ റിലേഷൻ എന്ന് പറയുന്നത് A × B ഈ സെറ്റിൻ്റെ സബ്സെറ്റാണ്.
റിലേഷൻ. അപ്പോൾ റിലേഷൻ നമ്മൾ R ആയിട്ട് എടുക്കുവാണെങ്കിൽ R ഇസ് എ സബ്സെറ്റ് ഓഫ് A ക്രോസ് B. ഇപ്പോൾ നമുക്ക് രണ്ട് സെറ്റ്സ് ഉണ്ട്, സെറ്റ് എ ആൻഡ് ബി. സെറ്റ് എയിൽ 1, 3, 5 ആണുള്ളത് ആൻഡ് സെറ്റ് ബിയിൽ 11 and 12 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റിലേഷനിൽ ക്രോസ് പ്രോഡക്റ്റിൽ വരുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് 2 into 3. അപ്പോൾ 2 into 3 എന്ന് പറയുന്നത് 6. അപ്പോൾ എ ക്രോസ് ബിയിൽ മൊത്തം 6 എലമെൻറ്റ്സ് കാണും. ഈ 6 ആണ് മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ റിലേഷൻ. സോ ഈ റിലേഷനിൽ നമ്മൾ ഈ എ ക്രോസ് ബി വെച്ചിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു റിലേഷനിൽ മാക്സിമം 6 എലമെൻറ്റ്സ് കാണാം. ചിലപ്പോൾ അതിന് കുറവായിട്ടുള്ള എലമെൻറ്റ്സും കാണും. അപ്പോൾ അതിലുള്ള മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് എ ക്രോസ് ബിയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. ആൻഡ് നമ്പർ ഓഫ് റിലേഷൻസ് ഈക്വൽ ടു M into N. M എന്ന് പറയുന്നത് എ സെറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ആൻഡ് N എന്ന് പറയുന്നത് ബി സെറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇനി ടൈപ്സ് ഓഫ് റിലേഷൻസ്, മൊത്തം നമുക്ക് 6 ടൈപ്സ് ഓഫ് റിലേഷൻസ് ഉണ്ട്. ബട്ട് എല്ലാം നമുക്കിപ്പോൾ പഠിക്കണ്ട. ഇപ്പോൾ ഒരു 3 ടൈപ്സ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഫെർദർലി നമുക്ക് സെം വൈസിൽ വേറെ എന്തെങ്കിലും ഇതിലുള്ളത് ഉണ്ടെങ്കിൽ അപ്പോൾ പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഈ 3 എണ്ണം മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതിലുള്ള 6 ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് റിഫ്ലെക്സീവ്, ഇർറിഫ്ലെക്സീവ്, സിമ്മട്രിക്, ആൻറ്റിസിമ്മട്രിക്, അസിമ്മട്രിക്, ട്രാൻസിറ്റീവ്. അപ്പോൾ ഇത് 6 ആണ് ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഇതിലുള്ള 3 ടൈപ്സിൽ ഫസ്റ്റ് വൺ ആണ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് നോർമലി റിഫ്ലക്ഷൻ മീനിങ് എന്താണ്? ഇപ്പോൾ ഒരു മിറർ ഇമേജിൽ ഇപ്പോൾ ഒരു പെൻ കാണിക്കുന്നുണ്ടെങ്കിൽ ആ പെൻ തന്നെ മിററിലും വരും. ഇതാണ് നോർമൽ റിഫ്ലക്ഷൻ. സെയിം ആണ് റിഫ്ലെക്സീവിലും. ഇപ്പോൾ എ എന്നൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ, ഒരു സെറ്റിൽ എ എന്നൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിലേഷൻ വരുമ്പോൾ A, A എന്നൊരു ഓർഡറിൽ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ A ഈസ് ഈക്വൽ ടു 5, 3, 7 ഉണ്ട് ആൻഡ് B ഈസ് ഈക്വൽ ടു 3, 8, 11 ഉണ്ട്. അപ്പോൾ ഇതിന് ഞാൻ എ ക്രോസ് ബി ഒരു റിലേഷൻ ഫോം ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കില്ല എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എ ക്രോസ് ബി എങ്ങനെ ചെയ്യണമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എ ക്രോസ് ബി നമ്മൾ ചെയ്യുമ്പോൾ 5, 3 കിട്ടും. പിന്നെ 5, 8, 5, 11, 3, 3, 3, 8, 3, 11, 7, 3, 7, 8, 7, 11. ഇങ്ങനെ എനിക്കൊരു റിലേഷൻ കിട്ടും. എ ക്രോസ് ബി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് എനിക്ക് കിട്ടും. ഇതിൽ 3, 3 എന്നൊരു എലമെൻ്റ് ഇല്ലേ, 3, 3 ഈ ഓർഡറിൽ ഒരു എലമെൻ്റ് ഉണ്ട്. 3, 3 രണ്ടും സെയിം എലമെൻ്റ് അല്ലേ, ഇത് A, A ആ ഫോർമുലല്ലേ. അപ്പോൾ ഇതൊരു റിഫ്ലെക്സീവ് റിലേഷനാണ്, ഇത് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ A, A സെയിം എലമെൻ്റ് തന്നെ അതിൽ വന്നാൽ, സെയിം എലമെൻ്റ് തന്നെ A, A ആ ഒരു റിലേഷനിൽ സെയിം നമ്പർ കോമായിട്ട് വന്നാൽ അതാണ് റിഫ്ലെക്സീവ്. A, A ബിലോങ്സ് ടു R അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. പിന്നെ ഉള്ളതാണ് സിമ്മട്രിക്. സിമ്മട്രിക് മീനിങ് ബാലൻസിങ് ഓർ ഇക്വാലിറ്റി, അതാണ് സിമ്മട്രിക്. ഇപ്പോൾ A, B ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷനിൽ, ഇപ്പോൾ ഒരു റിലേഷനിൽ A, B ഉണ്ടെങ്കിൽ സെയിം റിലേഷനിൽ B, A എന്നൊരു എലമെൻറ്റും വേണം. ഇങ്ങനെ കിട്ടിയാലേ നമുക്ക് ആ ഒരു റിലേഷൻ സിമ്മട്രിക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എനിക്ക് 2, 1 ഉണ്ട്, പിന്നെ 1, 2 ഉണ്ട്. ഒരു റിലേഷനിൽ 2, 1 ഉണ്ട്, പിന്നെ 1, 2 ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാം ഈ ഒരു റിലേഷൻ സിമ്മട്രിക് ആണ് എന്ന്. ഇപ്പോൾ റിലേഷൻ R ഇസ് ഈക്വൽ ടു 2, 1, 1, 2, 3, 2, 4, 5, 7, 11 ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഈ സെറ്റിൽ എനിക്കിപ്പോൾ 2, 1 ഉണ്ട്, പിന്നെ അതേപോലെ 1, 2 ഉണ്ട്. അപ്പോൾ ഇത് സിമ്മട്രിക് ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സെറ്റിൽ സിമ്മട്രിക് ആയിട്ട് 2, 1ഉം 1, 2 ഉണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ സിമ്മട്രിക് ആണ്. അതേപോലെ ആദ്യം പറഞ്ഞ ഇതിൽ എ ക്രോസ് ബിയിൽ എനിക്ക് 3, 3 മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്. സിമ്മട്രിക് ആയിട്ട് എനിക്ക് എലമെൻറ്റ്സ് ഒന്നുമില്ല. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ A, B ബിലോങ്സ് ടു R ആൻഡ് B, A ബിലോങ്സ് ടു R, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ എനിക്ക് ഈ ഒരു സെറ്റിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഇത് സിമ്മട്രിക് അല്ല, ഇത് റിഫ്ലെക്സീവ് മാത്രമാണ്. അപ്പോൾ റിഫ്ലെക്സിങ് മീനിങ് സെൽഫ് ലൂപ്പാണ് റിഫ്ലെക്സീവ്. A ഉണ്ടെങ്കിൽ A, ഇപ്പോൾ 1, 1, 2, 2, 3, 3 ഇതെല്ലാം റിഫ്ലെക്സീവ് ആണ്. ഇങ്ങനെയുള്ളതെല്ലാം റിഫ്ലെക്സീവ് ആണ്. സിമ്മട്രിക് മീനിങ് A, B ഉണ്ടെങ്കിൽ സെയിം റിലേഷനിൽ നമുക്ക് B, A എന്നൊരു എലമെൻറ്റും വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് സിമ്മട്രിക് ആണ്.
നെക്സ്റ്റ് വൺ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവിൽ A, B belongs to R, B, C belongs to R, it implies C, A belongs to R. A, B വേണം, A, B വേണം, പിന്നെ B, C വേണം. ആൻഡ് C, A ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ഇപ്പോൾ A, B ഉണ്ട്, B, C ഉണ്ട്. ഇനി C, A വരുന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു റിലേഷനിൽ 1,1 ഉണ്ട്, 1,7, 1,3, 1,2, 7,1, 3,7, 7, 1, 3, 3, 5, 2 ഉണ്ട്. ഇതിൽ 1,3 ഉണ്ട്, 3,7 ഉണ്ട്, 7,1 ഉണ്ട്. അപ്പോൾ 1,3 ഉണ്ട്, 3,7 ഉണ്ട്, പിന്നെ 7,1 ഉണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ഇതാണ് ട്രാൻസിറ്റീവിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ A, B ഒരു റിലേഷനിൽ A, B ഉണ്ട്, അതേ റിലേഷനിൽ B, C പിന്നെ C, A ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് 3 ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ്. ടോട്ടൽ 6 ടൈപ്സ് ഓഫ് റിലേഷൻസ് ഉണ്ട്. റിഫ്ലെക്സീവ്, ഇറഫ്ലെക്സീവ്, സിമ്മട്രിക്, ആൻറ്റിസിമെട്രിക്, അസിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇതിൽ റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി. റിഫ്ലെക്സീവ് മീനിങ് സെൽഫ് ലൂപ്പാണ്. ഇപ്പോൾ A, 1,1, 2,2 ഇതെല്ലാം റിഫ്ലെക്സീവ് ആണ്. സിമ്മട്രിക് മീനിങ് A, B ഒരു റിലേഷനിൽ A, B ഉണ്ടെങ്കിൽ B, A വേണം. ഇങ്ങനെയുള്ളതാണ് സിമ്മട്രിക്. ട്രാൻസിറ്റീവ് മീനിങ് ഒരേ റിലേഷനിൽ A, B ഉണ്ടെങ്കിൽ പിന്നെ B, C, A, B, B, C ഉണ്ട്, പിന്നെ C, A ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് 3 ആണ് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഫങ്ഷൻസ് ഇൻ സെറ്റ്സ് ആ ടോപ്പിക്ക് കവർ ചെയ്യാം. സെറ്റ്സ് കഴിഞ്ഞിട്ട് ലീനിയർ ആൾജിബ്ര ആ ഒരു ടോപ്പിക്കും കൂടി ഇതിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്